ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകട്ടെ അമ്പികമ്മയുടെ പിറന്നാളാ. അപ്പോൾ അമ്മ എല്ലാ പിറന്നാളിനും ഞങ്ങളുടെ കൂടെ ഗുരുവായൂർക്ക് പോകും. അമ്മ പ്രസന്നമ്മ ഒരുങ്ങിയിരിക്കണത് ആശുപത്രിയിൽ പോകാനാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഗുരുവായൂർക്ക് പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. ബസ് സ്റ്റോപ്പിലേക്ക് പോവുക. അമ്മയും ചേച്ചിയൊക്കെ അവിടെ ബസ് കയറി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുക കേട്ടോ. ഞങ്ങളവിടെ നടന്നെത്തുമ്പോഴേക്ക് തന്നെയാണ് ബസ് ഇങ്ങോട്ട് എത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി അവരെ നോക്കി ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിട്ടാണ്. അപ്പോൾ ആദ്യം സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആരാധ്യമോളും ഒക്കെ അമ്മമ്മയുടെ മടിയിലൊക്കെ ആയിരുന്നു അങ്ങനെ അവർക്കൊക്കെ സീറ്റൊക്കെ കിട്ടി. അപ്പോൾ ആരാധ്യമോളും അവരുടെ അടുത്തേക്ക് പോയിട്ട് ഒരൊറ്റ സീറ്റ് അവർക്ക് മൊത്തമായിട്ട് കിട്ടിയിട്ടാണ്. അപ്പോൾ അവർ അതിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങളിതേ അവിടെ പഞ്ചാരമുക്ക് എത്തി കഴിഞ്ഞാൽ പ്രേക്ഷേട്ടൻ ഞങ്ങൾ വന്ന് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓട്ടമില്ലെങ്കിൽ ഞങ്ങൾ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ എത്തിയ വശം പ്രേക്ഷേട്ടനെ വിളിച്ചു. അങ്ങനെ പ്രേക്ഷേട്ടൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട്, ഞാൻ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഞ്ചാരമുക്കിലേക്ക് വന്നു കേട്ടോ. പഞ്ചാരമുക്കിൽ നിന്ന് ഗുരുവായൂർക്ക് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ പ്രേക്ഷേട്ടൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കയറി. പ്രേക്ഷേട്ടൻ ഗുരുവായൂരാക്കിയിട്ട് അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു നടയിലാക്കിയിട്ട് പ്രേക്ഷേട്ടൻ അങ്ങനെ ഓട്ടത്തിന് അങ്ങനെ പോകട്ടോ. അങ്ങനെ ഞങ്ങൾ തെക്കേ നടയിലാണ് നമ്മുടെ മമ്മിയൂരിൽ നിന്ന് വരുന്ന ആ നടയിൽ എന്നിട്ട് ഞങ്ങൾ ഇറക്കിയത്. അപ്പോൾ ഭക്ഷണമൊക്കെ ആളുകളൊക്കെ ഒരു ട്രിപ്പ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വഴിക്ക് അങ്ങനെ ഞങ്ങൾ കയറി. അമ്പലത്തിൻ്റെ അവിടെ വീഡിയോസൊന്നും അലൗഡ് അല്ല. അപ്പോൾ അവിടെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അമ്പലത്തിൽ കയറി ഇറങ്ങുമ്പോഴേക്കും ഞങ്ങൾക്ക് ക്ഷീണമായിട്ടാണ് ഗൈസ്. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ പിള്ളേഴ്സൊക്കെ ചേച്ചിയോടെ ഇസ്ക് ഇടുക. കുറേ കടകളുണ്ടല്ലോ അവിടെ. അപ്പോൾ അത് വാങ്ങിച്ചാൽ ഇത് വാങ്ങിച്ചാൽ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ക് കേട്ടോ. അങ്ങനെ വെണ്ണയൊക്കെ വാങ്ങിക്കണമായിരുന്നു ഞങ്ങൾക്ക്. അതിൽ നെയ്വിളക്ക് കത്തിക്കണമായിരുന്നു. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തെ ഭാഗത്താണ് ക്യൂ ആയിട്ട് നമ്മൾ ചീട്ടാക്കുന്നുണ്ട്. അപ്പോൾ അവന് നെയ്വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് അനയുട്ടനെയാണ് കേട്ടോ ക്യൂവിലൊക്കെ നിർത്താമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അനയുട്ടനും ആദ്യക്കുട്ടനൊക്കെ ആയിട്ട് ക്യൂവിലൊക്കെ നിന്ന് ഞങ്ങൾ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പായസവും പഴവും ഉണ്ണിയപ്പം അങ്ങനെ അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ അമ്പലത്തിൽ വിശേഷമായിരുന്നു. പുതുനെല്ലുകൊണ്ടുള്ള പായസം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇനി ഗണപതിക്ക് ഞങ്ങൾക്ക് തേങ്ങ ഉടയ്ക്കണമായിരുന്നു. അപ്പോൾ അത് ഉടയ്ക്കാനായിട്ട് പോകുമ്പോൾ ഞങ്ങൾ കിഴക്കേ നടയിലേക്ക് പോയി. അവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെണ്ണക്കുടം അങ്ങനെ തട്ടിയിടുന്ന കൃഷ്ണൻ വെണ്ണക്കുടം തട്ടിയിടുന്ന ആ ഒരു പൂക്കളായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയായിരുന്നു. നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. ഇത് കാണാത്തവരാരെങ്കിലും അത്തം മുതൽ തിരുവോണം വരെ ഗുരുവായൂർ അമ്പലത്തിൽ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വന്നോളൂ കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തന്നെ ഗണപതിയിൽ അവിടെ തേങ്ങ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. അപ്പോൾ അവിടെ നിന്ന് 15 രൂപയുള്ള തേങ്ങയ്ക്ക്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തേങ്ങയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട് ഉടയ്ക്കാൻ. അങ്ങനെ ഞങ്ങളതൊക്കെ ഉടച്ചിട്ട് തിരിച്ചിങ്ങനെ പോരുന്ന വഴിക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുറച്ച് നേരം അരങ്ങേറ്റമൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കട്ടെ. അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. 3 നല്ല സുന്ദരി കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സദസ്സ് മുഴുവൻ നിറഞ്ഞ് ഒഴുകുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഡാൻസൊക്കെ കാണാൻ ആളുകളൊക്കെ വന്നിട്ടേ അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുക. പിള്ളേർ വെള്ളം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവർക്കും വെള്ളം തയ്ച്ചു തണുത്ത വെള്ളം വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗണപതിയുടെ വിഗ്രഹം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വിഗ്രഹം. അപ്പോൾ ആ ഗണപതി വിഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഒരു കടയിൽ കയറിയപ്പോൾ എനിക്ക് അവിടുത്തെ അതൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഞാൻ വിചാരിച്ച ഒരു ടൈപ്പല്ല. ഇങ്ങനെ കറണ്ട് പോകുമ്പോൾ വെളിച്ചമില്ലാതിരിക്കുമ്പോഴും ആ വിഗ്രഹം മാത്രം ഇങ്ങനെ കാണുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ആ മെറ്റീരിയലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വയ്ക്കുക. അപ്പോഴേക്കും അവിടെ ഒരു കട കണ്ടപ്പോൾ ആനയുട്ടനെയും മുണ്ടും കുഞ്ഞൂനും മുണ്ടൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒട്ടിക്കണം മുണ്ടായിരുന്നു ഇത്ര കാലം യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ഒട്ടിക്കണം മുണ്ട് വേണ്ട ഇനി. അപ്പോൾ ഇവൻ പറഞ്ഞു ഇങ്ങനത്തെ വേണ്ട സാധാ കര മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കര മുണ്ടൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ അനൂട്ടൻ്റെ ചേട്ടൻ കുഞ്ഞു വന്നിട്ടില്ല. അപ്പോൾ അവനും മുണ്ടൊക്കെ വാങ്ങിച്ചു കിട്ടാം. അങ്ങനെ മുണ്ടൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നല്ല ഓണക്കായി കാരണം അങ്ങനത്തെ കോസ്റ്റ്യൂംസ് ആയിട്ട് നല്ല നല്ല സെറ്റ് മുണ്ടോളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ക്ഷീണമായി ഗൈസ്. അങ്ങനെ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് പറ്റാണ്ടായപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് തുടങ്ങി. ഇവർ വരുന്ന പാടില്ലേ. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യക്കുട്ടൻ നല്ലതുണ്ട് കളിപ്പാട്ടം വാങ്ങിച്ചായോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ അതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റു കേട്ടോ. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ്. നമുക്ക് അത്രയും ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു അമ്പലമാട്ടോ. ഞാൻ എപ്പോഴും പ്രൗഡാണ്. ഇതുപോലെ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഒരു വീടുണ്ടല്ലോ. അമ്പലത്തേക്ക് ഒരു 10 മിനിറ്റ് വിചാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പലത്തിലെത്താൻ പറ്റും. അപ്പോൾ അതുപോലൊക്കെ ഞങ്ങൾക്ക് പറ്റണം. അങ്ങനത്തെ അമ്മയ്ക്ക് വിചാരിച്ച ആ ഗണപതിയുടെ ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. അപ്പോൾ അത് അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ടൊക്കെ ഞാൻ കൊടുത്തു. അമ്മയ്ക്ക് ഗണപതിയുടെ നല്ല വിശ്വാസമായിട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രിയങ്ക ഫാൻസിയിലേക്ക് പോകട്ടെ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ചേച്ചിക്കും എനിക്കൊക്കെ വാങ്ങിക്കണം. പോകുമ്പോഴേക്കും കുഞ്ഞു കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമോനെ അവൻ അങ്ങനെ വാശി പിടിക്കില്ല. കളിപ്പാട്ടം
വേണമെന്ന് പറഞ്ഞാലും അവന് ചെറിയ കാറൊക്കെ വേണ്ട കേട്ടോ. അതിന് ശേഷം ചേച്ചിക്ക് തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു ജിമ്മിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് വളയും കാര്യങ്ങളൊക്കെ ചേച്ചി നോക്കുക കേട്ടോ. എനിക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുംബൈ ഫാൻസിയിൽ നിന്ന്. അപ്പോൾ എനിക്കധികം വാങ്ങിക്കേണ്ടതല്ല. അപ്പോൾ ചേച്ചി തിരുവാതിരക്കളിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ അവിടെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വളയും ഇങ്ങനെയൊക്കെ നോക്കി. പ്രിയങ്ക ഫാൻസിൽ നിറച്ച ആൾക്കാരാട്ടാ. അപ്പോൾ എല്ലാതും ഇങ്ങനെ സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതൊക്കെ 2Tuxൻ്റെ കളക്ഷനാട്ടാ. അത്ര അധികം ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് വില കുറവിൻ്റെ ആയാലും വില കൂടുതലിൻ്റെ ആയാലും നമ്മളുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച്, നമ്മുടെ ബഡ്ജറ്റ് ഏതാ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അവിടുത്തെ കടയുടെ പ്രത്യേകത. അതായത് സാധാരണക്കാർക്കായാലും അതുമല്ല നമുക്ക് ഒരുപാട് പൈസ ഉള്ളവർക്കായാലും ശരി, നമ്മളെ പോലത്തെ സാധാരണക്കാർക്കായാലും എല്ലാവർക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൊക്കിലൊതുങ്ങുന്നത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അങ്ങനത്തെയാണ്. അങ്ങനെ ഈ പൊട്ടൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടാ. ഈ പൊട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഈ സെറ്റ് മുണ്ടിലേക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാലും. അതുപോലെ ചേച്ചിക്ക് കമ്മൽ വേണമായിരുന്നു. അപ്പോൾ ചേച്ചി കമ്മലൊക്കെ സെലക്ട് ചെയ്യായിരുന്നു. അവൾക്കൊരു ബ്ലാക്ക് സെറ്റ് മുണ്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കമ്മലും സംഭവങ്ങളൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ, പലതരം. പിന്നെ നമുക്കിങ്ങനെ അവരോട് ചോദിച്ചെടുത്ത് തരാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാതും ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് നോക്കി എടുക്കുന്നത്. വളയുടെ സെക്ഷനായാലും പിന്നെ നമ്മുടെ ക്ലിപ്പുകൾ ആ സംഭവങ്ങളായാലും പിന്നെ മോതിരങ്ങളെ സെക്ഷനൊക്കെ നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമലുട്ടനൊക്കെ ഞങ്ങൾ പോരാണ്ടായപ്പോൾ അമലുട്ടനൊക്കെ അച്ഛനെ വിളിച്ചിട്ട് ദേ വണ്ടിയിൽ കയറി ഇരിപ്പായിട്ടാണ് വീട്ടിലേക്ക് പോവാൻ, ഞങ്ങൾ പോവാന്നും പറഞ്ഞിട്ട്. അങ്ങനെ ചേച്ചിയൊക്കെ ലാസ്റ്റായിട്ടാണ് ചേച്ചി വരുന്നത്. അങ്ങനെ ചേച്ചിയും വന്നു. ചേച്ചി ദേ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രേഷേട്ടൻ്റെ ഓട്ടോയിൽ പ്രേഷേട്ടൻ കീ നടിക്കുക. കാരണം അവിടെ അധികം നേരം ഇടാൻ പറ്റില്ലേ, ഓട്ടോ അധികം നേരം അവിടെ ഇടാൻ പറ്റില്ല. അപ്പോൾ പോലീസുകാരൊക്കെ വന്നിട്ട് നമ്മളെ ചീത്ത പറയും. അപ്പോൾ അതുകൊണ്ട് പ്രേഷേട്ടൻ കീ അടിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി കയറുന്നിട്ടാ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇതേ പറപ്പൂര് വീട്ടിലെത്തിയിട്ടാ ഗൈസ്. അമ്മേനെയും ചേച്ചീനെയും ഒക്കെ ഞങ്ങളവിടെ ഇറക്കി. എന്നിട്ട് ഞങ്ങളും കുറച്ച് നേരം 5 മിനിറ്റ് അവിടെ നിന്നിട്ട് അങ്ങനെ പോരാമെന്ന് വിചാരിക്കുന്നു. പ്രേഷേട്ടൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ പ്രേക്ഷേട്ടൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ആരാധ്യമോള് വാതിലൊക്കെ തുറന്നു തരാമെന്നും പറഞ്ഞിട്ട് ആരാധ്യമോള് വാതിലൊക്കെ എല്ലാവർക്കും വയ്യ, ക്ഷീണമായി. അങ്ങനെ ചേച്ചി ഇതേ പോന്നൂർക്ക് പോകട്ടെ. ചേച്ചിക്ക് കേക്ക് ഉണ്ട്, പെട്ടെന്ന് കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി വേഗം തന്നെ പോന്നൂർ പോയി. അങ്ങനെ ഞങ്ങളും പെരുവല്ലൂർക്ക് പോന്നു കേട്ടോ. അപ്പോൾ ആരാധ്യമോനും അവിടെ നിന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളാട്ടോ, അവരൊക്കെ ആരാധ്യമോള് ചെന്ന നേരം കൊണ്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഈ രീതിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചെറിയ ഒരു ഏഞ്ചലാട്ടത്. അവളെയും ഒരുക്കി ഈ നിലയ്ക്കാക്കി വെച്ചിട്ടുണ്ട്. നല്ല സുന്ദരി പെൺകുട്ടിയാക്കി വെച്ചിട്ടുണ്ട് അവളെ. അങ്ങനെ ഞങ്ങൾ അവരോടൊക്കെ മക്കളോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു. അങ്ങനെ അമ്മയ്ക്ക് ഞങ്ങൾ വരുമ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയ അമ്മ പാൽപ്പായസം കുടിക്കില്ല. അപ്പോൾ അമ്മയ്ക്ക് പറ്റണ ഒരു അവിയലും പിന്നെ പഴമൊക്കെയാണ് അമ്മ കഴിക്കുക. അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ അമ്മ പിള്ളേരില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അമ്മയുടെ വിചാരം പിള്ളേരവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കട്ടെ. ഇങ്ങോട്ട് പോരെ എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പക്ഷേ പിള്ളേരവിടെ നിന്ന് നിന്നിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് അമലുട്ടനൊക്കെ കിടക്കുക. അമലൊക്കെ ക്ഷീണമായി. അപ്പം അങ്ങനെ ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് കുറച്ച് നേരമൊക്കെ കിടന്ന് പ്രേക്ഷേട്ടന് ഞങ്ങളൊക്കെ കിടന്ന്. അതിന് ശേഷം ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് പാങ്ങിലേക്ക് പോകാനുള്ള പരിപാടി, ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോകാനുള്ള പരിപാടി. അപ്പോൾ അച്ഛന് സ്കൂട്ടിയൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ അമലുട്ടൻ. അങ്ങനെ ഞങ്ങൾ 3 കൂടിയിട്ടാണ് ഇന്ന് സ്കൂട്ടിയുമ്പോൾ പോകാനുള്ള പരിപാടി. ഇന്ന് അത്ര മഴയൊന്നുമില്ല. അപ്പോൾ പിന്നെ സ്കൂട്ടിയുമ്പോൾ പോയാലും കുഴപ്പമില്ല. വരുമ്പോഴേക്കും മഴ കിട്ടുമെന്ന് അറിയില്ല. അങ്ങനെ എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു കേസ്. അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ത്രെഡ് ചെയ്യാൻ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയാണ്, താമരപ്പള്ളി എന്ന് പറയും. അപ്പോൾ അവിടെ തന്നെയാണ് ത്രെഡ് ചെയ്യുക. അപ്പോൾ ത്രെഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യണ ചേച്ചി അല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നാലും ചെയ്തു. കാരണം ഇനി അധികം ദിവസമല്ലല്ലോ, ആ ചേച്ചിക്ക് പനിയായിട്ടിരിക്കുക. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നൊക്കെ പോന്നു. ഞങ്ങൾ തട്ടുകടയിൽ പോയി അമലുട്ടനെ എന്തെങ്കിലും വാങ്ങിച്ചായിരുന്നുണ്ട്. അപ്പോഴേക്കും ശാരി വിളിച്ചു. ശാരി വീട്ടിൽ അമ്മേനെ ഓണത്തിൻ്റെ സാരിയൊക്കെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് എനിക്ക് പോന്നു കേട്ടോ. അങ്ങനെ പിള്ളേഴ്സിനൊക്കെ കാണാമെന്ന് ചോദിച്ചിട്ടാണ് എല്ലാവരും വന്നത്. പക്ഷേ പിള്ളേർ ആരാധ്യമോളൊന്നും ഇല്ല. അങ്ങനെ ശാരി എൻ്റെ യൂട്യൂബിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ ഇരുന്ന് ചിരിക്കണം കേട്ടോ. അങ്ങനെ ഒരു ഗ്രീൻ സാരിയാണ് അവൾ അമ്മയ്ക്ക് ഓണത്തിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ കാര്യം പറഞ്ഞാൽ ആദ്യത്തേക്കൊന്നും ചിരി തീരുന്നില്ല കൈസ്. കമന്ന് കിടന്നിട്ടാണ് മൂപ്പരാൾ ചിരിക്കണത്. അങ്ങനെ സാരി കൊടുന്ന സാരിയൊക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം. നല്ല ഒരു പിസ്ത ഗ്രീൻ സാരിയായിരുന്നു, നല്ല സാരിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് അമ്മ ഇടാത്ത കാരണം അവൾ അതിന് വേറൊരു സിൽക്കിൻ്റെ തന്നെ പ്ലെയിൻ ബ്ലൗസ് അവൾ എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അവൾ പറയാണ് ഇതിൻ്റെ വെട്ടണ ബ്ലൗസ് വെട്ടുമ്പോൾ ആ ബ്ലൗസിൻ്റെ പീസ് എനിക്ക് തന്നോളോ എന്നൊക്കെ പറയണ്ട, അവൾക്ക് ബ്ലൗസ് അടിക്കാനാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വെട്ടുമ്പോൾ അത് എനിക്ക് തന്നോളോട്ടാ എന്നൊക്കെ പറയാം, കാരണം അത് വേസ്റ്റ് ആവില്ലല്ലോ. അങ്ങനെ അപ്പോൾ അവൾ വേറെ ബ്ലൗസിൻ്റെ പീസ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് അടിക്കല്ലേ, അപ്പോൾ അതിന് ലൈനിങ് വെച്ച് അടിക്കേണ്ട പരിപാടിയുള്ളൂ. അങ്ങനെ ഞാൻ ആരാധ്യമോളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആദിത്രിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദിത്രിക്ക് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവർ പോയപ്പോൾ പിന്നെ ആ തട്ടുകടയിലേക്ക് തന്നെ വന്നിട്ട് ദോശ ഹട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പാങ്ങിലുണ്ട് ഇപ്പോൾ തട്ടുകട, ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ ഹമീദ് കട തട്ടുകട കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ അവിടെ. അപ്പോൾ ഈ ഭാഗത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ദോശ ഹട്ടിലേക്ക് പോയപ്പോൾ നല്ല സൂപ്പർ ദോശ കഴിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രേക്ഷേട്ടൻ ഗീ പൊടി മസാല ദോശയും അമല് നെയ്ച്ചോറും കോംബോയും ഒക്കെ ഉണ്ട് അമല് കഴിച്ചത്. അങ്ങനെ ഞാൻ കഴിച്ചത് ബീഫും കൊള്ളിയായിരുന്നു. അവിടെ ചായയുടെ സ്നാക്സും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തിയും നോക്കണം, നല്ല ഫുഡാണ് കേട്ടോ അവിടെ കൊടുക്കണത്. കണ്ട മുട്ടയൊക്കെ ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഈ ടൈപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് ഹെൽത്തി നോക്കണമൊക്കെ അങ്ങനെയും കഴിക്കാം. എല്ലാ ടൈപ്പിലുള്ള ഫുഡും ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് ഞങ്ങൾ ദോശയൊക്കെ വാങ്ങിച്ചു കൊടുന്നു. അങ്ങനെ അമ്മയും ദോശയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അമ്മ ആ ദോശയിൽ കിട്ടിയ ചമ്മന്തിയും സാമ്പാറും ആ ഐറ്റംസ് ഒന്നും എടുക്കണില്ല കേട്ടോ ഗൈസ്. ഇന്ന് വീട്ടിൽ പരിപ്പ് കുത്തി കാച്ചിയതൊക്കെ ആയിരുന്നു, പരിപ്പ് കുത്തി കാച്ചിയത് ഉപ്പേരിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് അമ്മ കഴിക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്.